ലോകത്തിലെ സൈനിക ശേഷിയുടെ കണക്കെടുക്കുമ്പോൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കുന്നത് അഞ്ചാം തലമുറ യുദ്ധവിമാനമുണ്ടോ, ആ വിമാനങ്ങളുടെ എഞ്ചിനൊക്കെ നിർമ്മിക്കാൻ ആ രാജ്യത്തിന് സാധിക്കുന്നുണ്ടോ. ഇതൊക്കെ എല്ലാ രാജ്യങ്ങൾക്കും പറ്റില്ല. റഷ്യ പോലെ, അമേരിക്ക പോലെ, ചൈന പോലെയുള്ള വൻകിട രാജ്യങ്ങളുടെ മാത്രം കുത്തകയായി നിൽക്കുകയാണ്. പക്ഷേ നമ്മുടെ എയർഫോഴ്സിൻ്റെ വിപുലീകരണം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഒരു വിദൂര സ്വപ്നമാണ്. ആ സ്വപ്നം എന്തെങ്കിലും സാക്ഷാത്കരിക്കുമെന്നുള്ള ഉറച്ച ആത്മവിശ്വാസവും നമുക്കുണ്ടായിരുന്നു. അങ്ങനെയുള്ള വിദേശ രാജ്യങ്ങളുടെ അസംബ്ലിങ്ങിനെ ആശ്രയിക്കാതെ സ്വന്തമായി യുദ്ധവിമാനങ്ങളുടെ എഞ്ചിൻ നിർമ്മിക്കുന്ന ഘട്ടത്തിലേക്ക് കടക്കാൻ റഷ്യയുമായിട്ട് നമ്മൾ പല കൂടിയാലോചനകളും നടന്നു. ഒന്നും പൂർണ്ണ ഫലപ്രാപ്തിയിലെത്തിയില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഇതിനിടയിലാണ് ഈ മാസം ആദ്യം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യ സന്ദർശിക്കാനായി എത്തുന്നത്. നമ്മൾ അവരുമായിട്ട് സൈനിക സാമ്പത്തിക കരാറുകളൊക്കെ തന്നെ ചർച്ച ചെയ്തു, ഉടമ്പടികളിൽ ഒപ്പിട്ടു. ഇതിനുശേഷം മടങ്ങിപ്പോയ പുടിൻ മോസ്കോയിൽ നിന്ന് ഒരു വമ്പൻ സന്തോഷ വാർത്ത ഇന്ത്യയെ അറിയിക്കുന്നു. അതായത് അഞ്ചാം തലമുറ യുദ്ധവിമാനമായ Su-57E ഉപയോഗിക്കാൻ കഴിയുന്ന ഇസ്ഡലിയെ 177 എഞ്ചിൻ്റെ സാങ്കേതികവിദ്യ ഇന്ത്യക്ക് കൈമാറാൻ ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങൾ ഇവിടെ ചർച്ച ചെയ്തതിന് ശേഷം ഇന്ത്യക്ക് നൽകാമെന്ന് സമ്മതിച്ചു. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിൻ്റെ ഒഡീഷയിലുള്ള കൊരാപ്പൂർ യൂണിറ്റിനാണ് ഈ ടെക്നോളജി നൽകുന്നത്. ഒപ്പം സാങ്കേതിക സഹായം നൽകാനായിട്ട് ടെക്നീഷ്യന്മാരെ ഉൾപ്പെടെ നൽകാമെന്ന് പറയുന്നു. അപ്പോൾ ഇന്ത്യയുമായിട്ടുള്ള വെറും സൗഹൃദത്തിൻ്റെ പുറത്ത് മാത്രമല്ല റഷ്യ ഇത് നൽകിയത്. കാരണം അവർക്ക് മേൽ വലിയ സാമ്പത്തിക സൈനിക ഉപരോധങ്ങൾ യൂറോപ്യൻ യൂണിയൻ അതുപോലെ അമേരിക്കയൊക്കെ ഏർപ്പെടുത്തി. ഇതിനെ മറികടക്കാനായിട്ട് ചില നീക്കങ്ങൾ നടത്തണം. അങ്ങനെ നടത്തുന്ന നീക്കത്തിൻ്റെ ഭാഗമായിട്ട് ഒരു ദീർഘകാല സൈനിക വ്യാവസായിക പങ്കാളി അവർക്ക് വേണം. അതിൽ അവർ തിരഞ്ഞെടുത്തത് ഇന്ത്യയാണ്. കാരണം ഇന്ത്യയുടെ സാമ്പത്തിക മേഖലയിലെയും സൈനിക പ്രതിരോധ മേഖലയിലെയും മുന്നേറ്റത്തെ അവർ കൃത്യമായിട്ട് കണക്കുകൂട്ടുന്നുണ്ട്. മാത്രമല്ല നരേന്ദ്രമോദി ഇന്ത്യൻ പ്രധാനമന്ത്രിയായി വന്നതിന് ശേഷം വലിയ നേട്ടങ്ങൾ കൈവരിക്കാൻ രാജ്യത്തിന് സാധിക്കുകയും ചെയ്തു. അങ്ങനെയാണ് Su-57E എന്ന് പറയുന്ന അഞ്ചാം തലമുറ യുദ്ധവിമാനത്തിൻ്റെ ഇസ്ഡലിയെ 177 എഞ്ചിൻ നിർമ്മിക്കാൻ HALന് അനുവാദം നൽകിയിരിക്കുന്നത്. ഇത് ഇൻഡോ പസഫിക് മേഖലയിലെ ഉടനീളം വ്യോമാതിർത്തികളിൽ ഒക്കെ തന്നെ ഒരു മേധാവിത്വം സ്ഥാപിക്കാൻ ഇന്ത്യയെ സഹായിക്കും, ഒരു സംശയം വേണ്ട. മാത്രമല്ല നമ്മുടെ വിശ്വസനീയമായ AL-41F-1S കുടുംബത്തിന്, ആ എഞ്ചിൻ നിർമ്മിക്കുന്ന കുടുംബത്തിനും, ഒപ്പം ഈ ഇസ്ഡലിയയുടെ തന്നെ 30M എന്ന് പറയുന്ന എഞ്ചിൻ കുടുംബത്തിനും മധ്യേ, അതാണ് ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലുള്ള സാങ്കേതികവിദ്യ എന്ന രീതിയിലാണ് ഇസ്ഡലിയെ 177 വരുന്നത്. എന്ന് പറയാൻ ലോകത്തിലെ ഏറ്റവും മികച്ച യുദ്ധവിമാനങ്ങളുടെ എഞ്ചിനുകളിൽ ഒന്നായിട്ട് ഇത് മാറും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. അങ്ങനെ അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങളുടെ ടർബോഫാൻ നിർമ്മിക്കുന്ന കേന്ദ്രമായിട്ട് ഇന്ത്യ മാറുക എന്ന് പറഞ്ഞാൽ ലോകത്തിലെ വൻ ശക്തികളിൽ ഒരാളായിട്ട് ഇന്ത്യ മാറുക എന്നൊരർത്ഥമുണ്ട്. പാകിസ്ഥാനും ചൈനയും അതുപോലെ തന്നെ അമേരിക്കയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് ഒരു വൻ ഭീഷണി സൃഷ്ടിക്കാൻ കഴിയും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ലോകത്തിലെ വൻ ശക്തികളുടെ കണക്കെടുക്കുമ്പോൾ ആധുനിക യുദ്ധവിമാനങ്ങളുടെ ജീവനാഡിയായിട്ടുള്ള എഞ്ചിൻ്റെ സാങ്കേതികവിദ്യ അവർക്കുണ്ടോ, അവർ സ്വന്തമായിട്ട് എഞ്ചിൻ നിർമ്മിക്കുന്നുണ്ടോ, ഇതൊക്കെ തന്നെ ഒരു മാനദണ്ഡമായിട്ട് കണക്കാക്കുന്നതാണ്. അതിനെയൊക്കെ മറികടക്കാനായിട്ട് ഈ 5th ജനറേഷൻ ഫൈറ്റർ ജെറ്റിൻ്റെ സാങ്കേതികവിദ്യ അതുപോലെ തന്നെ എഞ്ചിൻ നിർമ്മിക്കാനുള്ള ടെക്നോളജി ഇതൊക്കെ തന്നെ ഇന്ത്യക്ക് റഷ്യ നൽകുകയാണ്. അപ്പോൾ വളരെ രഹസ്യമായിട്ട് സൂക്ഷിച്ച ഒരു സാങ്കേതികവിദ്യയാണ് ഇപ്പോൾ റഷ്യ നമുക്ക് തരാനായിട്ട് നിശ്ചയിച്ചിരിക്കുന്നത്. കാരണം ഏതെങ്കിലും തരത്തിൽ ഉപരോധം ഏർപ്പെടുത്തുമ്പോൾ റഷ്യയുമായി കരാറിൽ ഏർപ്പെടുന്ന രാജ്യങ്ങൾക്ക് സാങ്കേതികമായ സഹായം നൽകാനോ അല്ലെങ്കിൽ വെപ്പൺസ് ഒക്കെ നൽകാനോ റഷ്യക്ക് സാധിക്കാതെ വരും. എന്തിന് യുദ്ധവിമാനങ്ങൾ പോലും നൽകാൻ പറ്റില്ല. അത്തരമൊരു സാഹചര്യത്തിൽ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിൽ നിർമ്മിക്കുന്ന എഞ്ചിനോ വിമാനങ്ങളോ ഒക്കെ തന്നെ പരസ്പരം കൈമാറാൻ ഇന്ത്യക്ക് സഹായകമാകും, അല്ലെങ്കിൽ റഷ്യക്ക് അത് ഗുണകരമാകുമെന്ന് അവർ കരുതുന്നു. കാരണം അമേരിക്ക ഉപരോധമൊക്കെ ഏർപ്പെടുത്തിയെങ്കിലും നമ്മൾ റഷ്യയിൽ നിന്ന് നിരുപാധികം എണ്ണ വാങ്ങുന്നുണ്ട്. അവരുമായിട്ടുള്ള ബന്ധങ്ങൾ, വാണിജ്യ ബന്ധങ്ങളൊക്കെ തന്നെ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇവരെ പേടിയൊന്നുമില്ല. ഇവിടെ എഞ്ചിൻ്റെ ഘടകങ്ങൾ വാർത്തെടുക്കുന്നതിനുള്ള രീതിശാസ്ത്രം, ഒറ്റ ക്രിസ്റ്റൽ ടർബൈൻ ബ്ലേഡുകൾ നിർമ്മിക്കുന്ന ലോഹ നിർമ്മാണ പ്രക്രിയ, 1800 ഡിഗ്രി സെൽഷ്യസ് താപനിലയെ താങ്ങാൻ കഴിയുന്ന തെർമൽ കോട്ടിംഗ്, അതായത് തെർമൽ ബാരിയർ കോട്ടിംഗ് ആവശ്യം, ഇതിനൊക്കെയുള്ള ടെക്നോളജി കൂടി ആവശ്യമാണ്. ഇതെല്ലാം തന്നെ ഇന്ത്യക്ക് തരികയാണ് റഷ്യ. എന്ന് പറഞ്ഞാൽ ഈ യുദ്ധവിമാനങ്ങളുടെ എഞ്ചിൻ നിർമ്മിക്കുന്ന സാങ്കേതികവിദ്യ ആ ടെക്നീഷ്യന്മാർ ഇന്ത്യക്ക് കൂടി കൈമാറാൻ തയ്യാറാണ്. അങ്ങനെ ഒരു അർത്ഥം കൂടിയുണ്ട് ഇതിന്. എന്തായാലും പഴയ AL-31FP എഞ്ചിൻ നിർമ്മിക്കുന്ന കേന്ദ്രത്തിൽ നിന്ന് ഇന്ത്യ വലിയ അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കുന്ന കേന്ദ്രമായിട്ട് മാറുന്നു, അല്ലെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യുന്നു എന്ന് പറയാം.
ഇതിലൂടെ നമുക്ക് കിട്ടുന്ന ഗുണം എന്താണെന്ന് വെച്ചാൽ ഏതാണ്ട് 600 മണിക്കൂർ സർവീസ് ലൈഫ് കിട്ടുന്ന 1500 മണിക്കൂർ ഓവറോൾ സൈക്കിൾ ലഭിക്കുന്ന രീതിയിൽ ഇതിനെ മെച്ചപ്പെടുത്താൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ കൂടുതൽ തവണ വിമാനങ്ങൾ ഉപയോഗിക്കാം, അറ്റകുറ്റപ്പണികളൊന്നുമില്ലാതെ. മാത്രമല്ല നമ്മൾ ഇതിൻ്റെ ഇൻഫ്രാറെഡ് ഈ വിസിബിലിറ്റി അത് കുറച്ചുകൊണ്ട് ചില നീക്കങ്ങളൊക്കെ നടത്തുന്നു എഞ്ചിൻ നിർമ്മിക്കുന്ന കൂട്ടത്തിൽ. അങ്ങനെയാണെങ്കിൽ സ്റ്റെൽത്ത് കപ്പാസിറ്റി ഇതിന് വരും. മറ്റ് രാജ്യങ്ങളുടെ റഡാറിൽ പെടാതെ ശത്രു രാജ്യങ്ങളെ അല്ലെ ശത്രു വിമാനങ്ങളെ ആക്രമിക്കാനൊക്കെ നമുക്ക് സാധിക്കുമെന്നാണ് ഇതിൻ്റെ മറ്റൊരു സവിശേഷത. എന്തായാലും ഇസ്രേലിയെ 177S എന്ന് എഞ്ചിൻ നിർമ്മിക്കുന്നതിലൂടെ നമ്മൾ നിലവിൽ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന Su-30 Mk1 എന്ന് പറയുന്ന സുഖോയ് വിമാനമുണ്ട്. ഈ വിമാനത്തിൻ്റെ എഞ്ചിനിൽ ചില മാറ്റങ്ങൾ വരുത്തി അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഉപയോഗിക്കാൻ കഴിയുമോ എന്ന കാര്യവും നമ്മൾ പരിശോധിക്കുന്നുണ്ട്. കൂടാതെ നമ്മൾ തദ്ദേശീയമായി നിർമ്മിച്ച ആസ്ട്ര മിസൈൽ, അതുപോലെ തന്നെ ബ്രഹ്മോസ് മിസൈൽ, ഇതിൻ്റെയൊക്കെ തന്നെ ആൻറ്റി റേഡിയേഷൻ സിസ്റ്റവുമായിട്ട് ഘടിപ്പിക്കാനും സാധിക്കും. എന്തായാലും ഇന്ത്യൻ എയർഫോഴ്സ് ഒരു വലിയ നാഴികക്കല്ല് പിന്തുടരാനായിട്ട് അല്ലെ പിന്നിടാനുള്ള ശ്രമങ്ങൾ കുറേ കാലമായിട്ട് നടത്തി വരികയാണ്. അങ്ങനെയാണ് നമ്മൾ എയർഫോഴ്സ് 80 മുതൽ 100 വരെ 5ാം തലമുറ യുദ്ധവിമാനങ്ങൾ സ്വന്തമാക്കാനായിട്ട് നീക്കം ആരംഭിച്ചത്. ഇതിന് റഷ്യയുമായിട്ട് കരാറിൽ ഏർപ്പെടാനാണ് വ്ളാഡിമിർ പുടിൻ വന്നപ്പോൾ മോദി ചില ചർച്ചകളൊക്കെ നടത്തിയത്. ഒടുവിൽ ആ വിമാനങ്ങൾ എന്നതിനപ്പുറത്തേക്ക് 5ാം തലമുറ യുദ്ധവിമാനത്തിൻ്റെ എഞ്ചിൻ പോലും നിർമ്മിക്കാനുള്ള സാങ്കേതികവിദ്യ നമുക്ക് നൽകുക. അപ്പോൾ 2030 അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റുകൾ നിർമ്മിക്കാനായിട്ട് നമ്മൾ ലക്ഷ്യമിട്ടിരുന്നു. അത്തരത്തിലുള്ള നീക്കത്തിന് ഉത്തേജനമേകുകയാണ് റഷ്യയുടെ ഈ പുതിയ നീക്കം. അപ്പം തദ്ദേശീയമായിട്ടുള്ള ആയുധങ്ങളെ സംയോജിപ്പിക്കാൻ രാജ്യാന്തര തലത്തിലുള്ള ഈ സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തി നമ്മൾ 5ാം തലമുറ യുദ്ധവിമാന നിർമ്മാണത്തിൻ്റെ ഒരു വലിയ ഗ്യാങ്ങിലേക്ക് ഉൾപ്പെടുന്നു. എന്ന് പറഞ്ഞാൽ റഷ്യയും ചൈനയും അമേരിക്കയും ഉൾപ്പെടുന്ന എലൈറ്റ് ക്ലബിലെ അംഗമായിട്ട് ഇന്ത്യയും മാറുന്നു. അപ്പോൾ ഇന്ത്യക്ക് ഒരു ക്രിസ്മസ് സമ്മാനം എന്ന നിലയിൽ വ്ളാഡിമിർ പുടിൻ വെള്ളിത്താളത്തിൽ വെച്ചാണ് ഈ സാങ്കേതിക വിദ്യ നമുക്ക് കൈമാറിയത്. അപ്പോൾ സുഖോയ് എഞ്ചിനുകൾക്കായിട്ടുള്ള മറ്റൊരു സേവന നവീകരണ കേന്ദ്രമായിട്ട് ഈ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് മാറും. കാരണം ഈ ആഫ്രിക്കൻ രാജ്യങ്ങൾ, ഏഷ്യയിലെ മറ്റ് ചില രാജ്യങ്ങൾ, മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളൊക്കെ തന്നെ ഇത്തരത്തിലുള്ള യുദ്ധവിമാനങ്ങൾക്കായിട്ട് റഷ്യയെ സമീപിക്കാറുണ്ട്, അറ്റകുറ്റപ്പണികൾക്കുൾപ്പെടെ. പല ഉപരോധങ്ങളും സമ്മർദ്ദങ്ങളും കാരണം റഷ്യയ്ക്ക് നിയന്ത്രണങ്ങളുണ്ട്. അവിടെ ഇന്ത്യയുടെ സേവനം ഉപയോഗപ്പെടുത്താൻ പറ്റും. അങ്ങനെ ഇന്ത്യ ആ മേഖലയിലൊക്കെ തന്നെ സേവനം നൽകുന്ന, സഹായം നൽകുന്ന ഒരു കേന്ദ്രമായി മാറുകയും സാമ്പത്തിക മേഖലയിൽ നമുക്ക് വലിയ ഉയർച്ച ഉണ്ടാകുകയും ചെയ്യും. ഇവിടെ തന്നെ ഇപ്പം നമ്മൾ ഈ 5th ജനറേഷൻ എഞ്ചിൻ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് റഷ്യയുമായിട്ട് നേരത്തെ ചർച്ച നടത്തിയിരുന്നു. അന്ന് നടത്തിയ ചർച്ചയിൽ നൂതനമായിട്ടുള്ള ഈ സാങ്കേതികവിദ്യ നമുക്ക് തരാൻ കഴിയില്ലെങ്കിൽ ഉയർന്ന താപനിലയിലുള്ള വസ്തുക്കൾ, കൃത്യമായ എയറോ എഞ്ചിൻ ഉൽപ്പാദനം, അതുപോലെ തന്നെ ഇന്ത്യൻ എയർഫോഴ്സ് ശക്തിപ്പെടുത്താൻ വേണ്ട നൂതന ആശയങ്ങൾ, ഇതിന് വേണ്ടിയിട്ട് റഷ്യയോട് നമ്മൾ ചോദിച്ചു. ഏതാണ്ട് $295 മില്യൺ അതിനുവേണ്ടി ചെലവഴിക്കുകയും ചെയ്തു. പക്ഷേ അതിൽ നിന്നൊക്കെ പിന്നീട് കാര്യങ്ങൾ മുന്നോട്ട് പോയില്ല, അതൊക്കെ ഉപേക്ഷിക്കപ്പെട്ടു. ഇപ്പോൾ റഷ്യ യാതൊരു ഉപാധിയുമില്ലാതെ നമുക്ക് ഈ സാങ്കേതികവിദ്യ നൽകുകയാണ്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് 2500 കോടി രൂപ ചെലവിൽ നമ്മളൊരു പ്രൊജക്റ്റിന് പോകുമ്പോൾ അതിൻ്റെ ഗുണം റഷ്യയ്ക്കും ഉണ്ടാകുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ $336 മില്യൺ ഒരു പദ്ധതിയാണ് നമ്മൾ നടപ്പാക്കാൻ പോകുന്നത്. സ്വാഭാവികമായിട്ടും പഴയ AL-31FP എഞ്ചിൻ നിർമ്മിക്കുന്ന കേന്ദ്രമായി അറിയപ്പെടുന്ന HALൻ്റെ കോരാപ്പൂർ യൂണിറ്റ് ഒരു തലമുറ മാറ്റത്തിലേക്ക് പതിയെ നടന്നെടുക്കുന്നു. അല്ലെങ്കിൽ നമ്മുടെ കൈപിടിച്ച് അങ്ങോട്ട് കൊണ്ടുപോകുന്നത് റഷ്യയാണ്. അപ്പോൾ ഇൻഡോ പസഫിക് മേഖലയിലെ ആകാശത്ത് ഒരു വലിയ നിർണായക ശക്തിയായിട്ട് ഇന്ത്യ മാറുന്ന കാലം വിദൂരമല്ല. കൂടാതെ ഈ ദീർഘകാലമായിട്ടുള്ള ഒരു വ്യാവസായിക പങ്കാളിയാണ്, അല്ലെ സൈനിക പങ്കാളിയാണെന്ന് ഇന്ത്യ ലോകത്തോട് പ്രഖ്യാപിക്കുകയും കൂടിയാണ്. അപ്പോൾ ലോകത്തെ ഈ വ്യോമശക്തികളുടെ എലൈറ്റ് ക്ലബിലേക്ക് ചൈനയ്ക്കും അമേരിക്കയ്ക്കും റഷ്യയ്ക്കും ഒപ്പം ഇന്ത്യ നടന്നു കയറുക എന്ന് പറഞ്ഞാൽ അത് ചൈനയ്ക്കും അമേരിക്കയ്ക്കുമുള്ള ഭീഷണി കൂടിയാണ്. അപ്പോൾ വ്ളാഡിമിർ പുടിൻ്റെ സന്ദർശനത്തിലൂടെ ഇന്ത്യക്ക് കിട്ടിയ നേട്ടങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ സങ്കല്പിക്കുന്നതിനും അപ്പുറമാണ്. പലവിധ നേട്ടങ്ങൾ കൈവരിക്കാൻ നമുക്ക് സാധിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും 177 എഞ്ചിൻ നിർമ്മിച്ച് അതിൻ്റെ ആദ്യ ബാച്ച് പുറത്തു വരുന്ന സമയത്തോടു കൂടി സങ്കീർണവും ഉയർന്ന താപനിലയുള്ളതുമായ പ്രൊപ്പൽഷൻ സിസ്റ്റംസ് നിർമ്മിക്കുന്ന ഒരു രാജ്യമായിട്ട് ഇന്ത്യയെ ഫ്രാൻസ് ഉൾപ്പെടെ, ജർമ്മനി ഉൾപ്പെടെ, UK ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അംഗീകരിക്കേണ്ടി വരും. അവർക്ക് ഇന്ത്യയെ ഡിപ്പെൻഡ് ചെയ്ത് 5ാം തലമുറ യുദ്ധവിമാനങ്ങൾ വാങ്ങേണ്ട ഒരു സാഹചര്യം പോലും ഉരുത്തിരിയും. മാത്രമല്ല ആഫ്രിക്കൻ രാജ്യങ്ങൾക്ക് എന്നും വിനാശകരമായ നിലപാടാണ് ചൈന എടുക്കുന്നത്. അതിനെയൊക്കെ മറികടക്കാൻ ഇന്ത്യക്ക് സാധിക്കുമെന്നുള്ളത് ഒട്ടും ചെറുതല്ലാത്ത ഒരു കാര്യമാണ്. എന്തായാലും 5ാം തലമുറ യുദ്ധവിമാനങ്ങളുടെ എഞ്ചിൻ്റെ സാങ്കേതികവിദ്യ റഷ്യ ഇന്ത്യക്ക് സമ്മാനിച്ചതോടുകൂടി ഇന്ത്യൻ എയർഫോഴ്സ് വലിയൊരു മുന്നേറ്റത്തിലേക്ക് കടക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട.